പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൾക്കൂട്ട കൊലപാതകയ്ക്ക് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ABP നടത്തുന്ന ഏകദിന ഉപവാസം പുരോഗമിക്കുന്നു. സർവകലാശാല ഡീനിനെ പ്രതിഷേധിക്കണമെന്നും ABP ആവശ്യപ്പെടുകയാണ്. ABP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ ABPക്ക് വിശ്വാസക്കുറവുണ്ട്. മാത്രമല്ല, ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിഞ്ചോ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നു. അതിലൊക്കെ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് പണ്ടുള്ള പല അന്വേഷണത്തിലും പരിമല ഉൾപ്പെടെയുള്ള SFIയുടെ കൊലപാതകങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഈ കേസ് എവിടെയും എത്താത്തത് എന്ന് പല സമയത്തും കോടതിക്ക് പറയേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിലവിൽ സിറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ജഡ്ജിയുടെ മോണിറ്ററിംഗിൽ ഏതെങ്കിലും ജുഡീഷ്യറി അന്വേഷണമോ CBIയുടെ അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസിയുടെ അന്വേഷണമോ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഡീനെ പ്രതി ചേർത്ത് ഡീനെ അറസ്റ്റ് ചെയ്യണം. മറ്റൊരു ക്യാമ്പസിലും വരും കാലഘട്ടത്തിൽ ഇതുപോലൊരു സിദ്ധാർത്ഥം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം SFIയുടെ ഈ തരത്തിലുള്ള ക്രൂരതയെ മനസ്സിലാക്കിക്കൊണ്ട് ക്യാമ്പസുകളിൽ നിന്ന് SFIയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടും സിദ്ധാർത്ഥിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടും ABP എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. അതിന് പൂർണ്ണതയിൽ എത്തുന്നതുവരെ ABP ഉണ്ടായിരിക്കും. ശാലിനി ശരിയാണ് വിശദാംശങ്ങളുമായി. ശാലിനിയുടെ പറഞ്ഞതുപോലെ തന്നെ നീതി ഉറപ്പാക്കുന്നതുവരെ സമരം തുടരും. എല്ലാ അർത്ഥത്തിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ നേതൃത്വം വ്യക്തമാക്കുന്നത്? സുരേഷ്, അങ്ങനെ തന്നെയാണ്. നമ്മളിന്ന് രാവിലെ 7 മണിയോടുകൂടി ഇവിടെ നിന്ന് പ്രതികരണം എടുത്തപ്പോൾ ABPയുടെ ജോയിന്റ് സെക്രട്ടറിമാരായ 2 പേരാണ് ഈ ഒരു ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഈ 13-ാം മണിക്കൂറിലും ആ ഒരു നീതിക്കായുള്ള പ്രതിഷേധം, ഒരു ഉപവാസ സമരം ഈ മണിക്കൂറിലും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, നിലവിലെ പോലീസിൻ്റെ അന്വേഷണം തങ്ങൾക്ക് തൃപ്തമല്ല. ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലെ കൃത്യമായ പ്രതികളിലേക്ക് അന്വേഷണം എത്തൂ എന്നുള്ളതാണ് ഇവരൊക്കെ അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും ഇല്ലാത്ത ABP വെറ്റിനറി സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിക്കായി, നീതിക്കായി വെറ്റിനറി കോളേജിന് സമീപത്തും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് സമീപത്തും ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏകദേശം 25-ലധികം വരുന്ന പ്രതികൾ, ആ 25-ലധികം വരുന്ന പ്രതികളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏകദേശം 12ഓളം പേർ, കുടുംബം ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിക്കുന്ന 12 പേരുണ്ട്. ആ 12 പേരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനോ കേരള പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോട് കൂടി ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്, സന്ദീപ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്. സിഞ്ചോ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ്, അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഒരു CBI അന്വേഷണം വേണം, സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. കാരണം ഇനി ഒരു വിദ്യാർത്ഥിക്കും ഒരു ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിലൊരു മർദ്ദനമോ കൊലപാതകത്തിനോ സിഞ്ചോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുവീട്ടിൽ നിന്ന്, കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രിയോടെ പ്രധാന പ്രതിയായ സിഞ്ചോവിനെ അറസ്റ്റ് ചെയ്തത്. ഒപ്പം മറ്റ് 5ഓളം പ്രതികൾ ഇപ്പോഴും പ്രധാന പ്രതികൾ ഒളിവിലാണ്. എല്ലാവരെയും നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരണം, കൃത്യമായി ശിക്ഷ ഉറപ്പാക്കണം. ഒപ്പം ഡീനിനെ സസ്പെൻഡ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ABP ആവശ്യപ്പെടുന്നത്, വ്യക്തമാക്കുന്നത്, അല്ലേ? സുരേഷ്, അങ്ങനെ തന്നെയാണ്. നമ്മൾ രാവിലെ 7 മണിക്ക് ഈ ഒരു ഔദ്യോഗികമായ പ്രതികരണം, ABPയുടെ ഈ ഉപവാസ സമരം ഇരിക്കുന്ന പ്രതിനിധികളുടെ പ്രതികരണം എടുത്തപ്പോൾ സിഞ്ചു അറസ്റ്റിലായിരുന്നില്ല. പക്ഷേ ഈ ഒരു മണിക്കൂറിൽ 10 മണിയിലേക്ക് അല്ലെങ്കിൽ 11 മണിയിലേക്ക് 13-ാം മണിക്കൂറിലേക്ക് അവരുടെ സമരം എത്തുമ്പോൾ പ്രധാന പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന സിഞ്ചോ അറസ്റ്റിലായി എന്നുള്ള വാർത്തകളാണ് കൊല്ലത്ത് നിന്നും വരുന്നത്. ABPയുടെ പ്രതിനിധിയോട് തന്നെ, ABPയുടെ സന്ദീപിനോട് തന്നെ, സന്ദീപ് തന്നെ ഈ ഒരു വാർത്തയോട് നമുക്കൊപ്പം ഇപ്പോൾ പ്രതികരിക്കുകയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിലെ പ്രധാന പ്രതി SFIയുടെ നേതാവ്, ഒപ്പം തന്നെ കോളേജ് യൂണിയൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ഭാരവാഹി സിഞ്ചോ അറസ്റ്റിലായി എന്നുള്ളതാണ്. ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് കേസന്വേഷണം മുൻപോട്ട് പോകുന്നതിൽ. സ്വാഭാവികമായിട്ട് സിഞ്ചോ അറസ്റ്റിലായി, അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇപ്പോഴും ഡീനെ എന്തുകൊണ്ട് പ്രതി ചേർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഡീൻ ഇതെല്ലാം അറിഞ്ഞിട്ട് 3 ദിവസം അവിടെ ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നുള്ള പോസ്റ്റിൽ നിൽക്കുന്ന ആ ഡീനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല? പിന്നെ സിഞ്ചോയെ തന്നെ അറസ്റ്റ് ചെയ്ത് എത്ര ദിവസത്തിന് ശേഷമാണ്? ഇത്രയും ദിവസം എന്തുകൊണ്ട് സാധിച്ചില്ല? അതിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 12:30-ക്ക് 2 ആൾക്കാർ ഹാജരാവുകയാണ് ചെയ്തത്. അവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടോ കഴിഞ്ഞിട്ടില്ല. ഇനിയും ബാക്കി എത്രയോ പേരെ പിടിക്കാനുണ്ട്.
അപ്പോൾ പോലീസിന് കൃത്യമായ അനാസ്ഥ ഇതിലുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് CBI പോലെയുള്ള ജുഡീഷ്യൽ അന്വേഷണം പോലെയുള്ള സമഗ്രമായ അന്വേഷണം നിർബന്ധമായിട്ടൊന്നും ABP ആവശ്യപ്പെടുകയാണ്. കാരണം സിൻജോ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കും. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. സിൻജോ എന്നുള്ളത് മാത്രമല്ല, ഈ ABP വീടുകൾ, അച്ഛൻ്റെ വീട്ടിലൊക്കെ പോയ സമയത്ത് അച്ഛനൊക്കെ പറയുന്നത് സംബന്ധിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം 10-18 പ്രതികൾ മാത്രമല്ല, ഇത് കണ്ടു നിന്ന് എത്ര പേരുണ്ട്, എത്രയോ പേരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് അടുപ്പിച്ചു എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുവരെ അവിടെ നിന്ന് പുറത്തു വരുന്നു, അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. ഡീനിനെ പ്രതി ചേർക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഡീനിനെ പ്രതി ചേർക്കണം, ഡീനിനെ അറസ്റ്റ് ചെയ്യണം. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് ABVP ഈ സമരത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ABVP തയ്യാറാവും. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശക്തമായ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ്. കാരണം ഈ സംഭവം നടന്നത് 3 ദിവസമാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ക്യാമ്പസിനുള്ളിലും ഒപ്പം തന്നെ ക്യാമ്പസിന് പുറത്ത് ആൾ താമസമില്ലാത്ത മേഖലയിലും കൊണ്ടുപോയി മർദ്ദിച്ചത്. പട്ടിണിക്കിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്ന ഒരു നരാധനന്മാരുടെ കോളേജായി വെറ്റിനറി സർവകലാശാല മാറി എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകിയ SFIക്കൊപ്പം കൂട്ടുചേർന്ന കോളേജിൻ്റെ ഡീൻ ഉൾപ്പെടെയുള്ളവർക്കും അസിസ്റ്റന്റ് ഡീൻ ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ നിയമ നടപടി വേണം. അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അവരെ പ്രതി ചേർക്കണം, പ്രതിപട്ടികയിൽ അവരും ഉണ്ടാകണം, അവർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നൊരു ആവശ്യമാണ് ABVP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പ്രതിഷേധ സമരം ഇപ്പോഴും ഈ മണിക്കൂറിലും തുടരുകയാണ്. എന്തായാലും നീതിക്കായുള്ള പോരാട്ടം ABVP ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന് വേണ്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇവരുടെ ഒരു ഉപവാസ സമരം ഈ ഘട്ടത്തിലും തുടരുകയാണ്. സുരേഷ്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.